നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. നാളെ വീട്ടമ്മമാരും സ്ത്രീകളും ഏറെ കാത്തിരിക്കുന്ന ദിവസം തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാല നാളിൽ പൊങ്കാല ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. എന്നാൽ ഇതിന് സാധിക്കാത്ത ചിലർ വീടുകളിൽ തന്നെ പൊങ്കാല സമർപ്പിക്കുന്നതാണ്. പൊങ്കാല ദേവീപ്രീതിക്കായി സമർപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് പൊങ്കാല സമർപ്പണം ഉത്തമം തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹം പൊങ്കാല സമർപ്പിക്കുന്നവരുടെ വീടുകളിൽ നിറയുന്നതാണ്. പൊങ്കാല നാളിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മണ്ണ് ശരീരത്തെയും കാലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ നാളെ നാം പൊങ്കാല സമർപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം. മൺകലം മനുഷ്യ ശരീരത്തെയും പായസം മനസ്സുമായാണ് നാം വിശ്വസിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഉയർത്തുകയാണ് നാം ഇതിലൂടെ ചെയ്യുന്നത്. ഇനി പൊങ്കാല ഇടുന്നവരുടെ വീടുകളിൽ നാളെ നിർബന്ധമായും ഉണ്ടാകേണ്ട വസ്തുക്കൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. പുതിയ കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഒരിക്കലും പഴയ കലങ്ങളിൽ പൊങ്കാല സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇത് ദോഷകരം തന്നെയാണ്. പുതിയ കലം അതിനാൽ നാം വീടുകളിൽ ഇന്നേ ദിവസം കൊണ്ടുവരുന്നതാണ് അതിവിശേഷം. അതിനാൽ തന്നെ പുതിയ കലം നാളെ തന്നെ വീടുകളിൽ വാങ്ങുവാൻ ശ്രമിക്കുക. തലേ ദിവസം വാങ്ങി വയ്ക്കാതിരിക്കുന്നതാണ് ശുഭകരം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ തലേ ദിവസമാകാം. തലേ ദിവസം വാങ്ങി വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു മുൻപ് വാങ്ങി വച്ചിട്ടുണ്ട് എങ്കിൽ അവ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും അലക്ഷ്യമായി ഇവ സൂക്ഷിക്കുകയോ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയോ ചെയ്യരുത്. ഇത് ദോഷകരം തന്നെയാണ്. ഇങ്ങനെ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുന്നതല്ല. പുതുവസ്ത്രം അണിയുന്നത് അതിവിശേഷം തന്നെയാണ്. എന്നാൽ ഇത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. സാധിക്കുന്നവരാണ് എങ്കിൽ നാളെ പുതിയ വസ്ത്രം അണിഞ്ഞ് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. ഇതിൽ യാതൊരുവിധ തെറ്റുകളും ഉള്ളതല്ല. എന്നാൽ നാളെയാണ് പുതിയ വസ്ത്രം വാങ്ങുന്നത് എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു. എന്നാൽ തലേ ദിവസം വാങ്ങി വച്ചിട്ടുണ്ട് എങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഒരിക്കലും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കരുത്. മുഷിഞ്ഞ വസ്ത്രങ്ങളോ മറ്റ് വസ്ത്രങ്ങളോടോ ഒപ്പം വയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതിനാൽ തന്നെ ഇത് സെപ്പറേറ്റ് പറ. നാളെ ഏവരും പൊങ്കാല സമർപ്പണത്തിന് മുൻപ് വിളക്ക് തെളിയിക്കുന്നതാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ തന്നെ പറ അടുത്തുണ്ടാകുന്നത് വളരെ ഉത്തമം തന്നെയാണ്. ഇത് അതിവിശേഷം എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം ഇത് പരദേവതയെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ പരദേവതയുടെ സാന്നിധ്യവും പൊങ്കാല സമർപ്പണ സമയത്ത് നമ്മോടൊപ്പം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നാളെ പറയും നിർബന്ധമായും അല്ലെങ്കിൽ സാധിക്കുന്നവരാണ് എങ്കിൽ പറയും ഒപ്പം വയ്ക്കുന്നതും ഉത്തമം തന്നെയാണ്. പൊങ്കാലയ്ക്കായി നാം ഇടുന്ന അരി വൃത്തിയുള്ള അരി തന്നെയാണ്. ഒരിക്കലും പഴയ അരി ഉപയോഗിക്കരുത്. പുതിയത് തന്നെ നാം വാങ്ങേണ്ടതാകുന്നു. അത് നാളെ തന്നെ വാങ്ങുന്നതാണ് ഉത്തമം. തലേ ദിവസം വാങ്ങി വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ നാളെ തന്നെ വാങ്ങി അത് സമർപ്പിക്കുന്നതാണ് ഉത്തമം. അതിനാൽ ഈ കാര്യം ഏവരും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാകുന്നു. വാങ്ങി അത് വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. നാളെ നേരത്തെയാണ് വാങ്ങുന്നത് എങ്കിൽ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും അലക്ഷ്യമായി ഈ വസ്തു ഇടുവാൻ പാടുള്ളതല്ല. തേൻ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വസ്തു തന്നെയാണ് തേൻ. അതിനാൽ തേൻ പൊങ്കാലയിൽ സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ നാളെ പൊങ്കാല സമർപ്പണ വേളയിൽ തേൻ കൂടി പൊങ്കാലയിൽ ഇടുവാൻ ഏവരും ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ തേൻ ഒരിക്കലും ഇന്നേ ദിവസം വാങ്ങി വയ്ക്കരുത്. നാളെ രാവിലെ തന്നെ വാങ്ങുന്നതാണ് ഉത്തമം. അതിനാൽ നാളെ രാവിലെ വാങ്ങി അത് വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. ഇതെല്ലാം സൂക്ഷിക്കുവാൻ ഒരു വൃത്തിയുള്ള സ്ഥലം തന്നെ കണ്ടുപിടിക്കുക. അവിടെ മഞ്ഞൾ വെള്ളവും ഉപ്പുവെള്ളവും തളിച്ച് വൃത്തിയുള്ള ഒരു ഇലയുടെ പുറത്ത് ഇത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം.
അതിനാൽ സാധിക്കുന്ന ഏവരും ഇങ്ങനെ തന്നെ ചെയ്യുക. ശർക്കര പായസം ദേവിക്ക് സമർപ്പിക്കുന്നത് ഉത്തമം തന്നെയാണ്. അതിനാൽ തന്നെ ശർക്കര ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ് നാളെ. അതിനാൽ ദേവിക്ക് നാളെ ശർക്കര എടുക്കുമ്പോൾ അത് പുതിയ ശർക്കര തന്നെ ആവേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ച് ബാക്കിയായ ശർക്കര ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇത് വളരെ ദോഷകരം തന്നെയാണ്. അതിനാൽ പുതിയ ശർക്കര തന്നെ നാം വാങ്ങേണ്ടതാകുന്നു. വാങ്ങുന്നത് നാളെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ഒരിക്കലും ശർക്കര വീടുകളിൽ കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. നാളെ രാവിലെ തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. അതിനാൽ ഈ കാര്യവും ഏവരും ശ്രദ്ധയോടെ ഓർക്കുക. ചെറുപഴം നാളെ വീടുകളിൽ കൊണ്ടുവരുന്നതും അതിവിശേഷം തന്നെയാണ്. കാരണം നാളെ പായസത്തിൽ ഇടേണ്ട ഒരു വസ്തു തന്നെയാണ് പഴം. അതിനാൽ തന്നെ കേടില്ലാത്ത പഴം നോക്കി വാങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കേടുള്ള പഴം ഒഴിവാക്കുന്നതാണ് ഉത്തമം. പഴം നാളെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇന്നേ ദിവസം ഒരിക്കലും പഴം വാങ്ങരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പഴം ഇന്നേ ദിവസം വാങ്ങുന്നത് അത്ര ശുഭകരമല്ല. നാളെ രാവിലെ വാങ്ങി പൊങ്കാല അർപ്പിക്കുന്നതാണ് ഉത്തമം. അതിനാൽ ഈ കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നാളികേരം പൊങ്കാല സമർപ്പണത്തിന് ആവശ്യമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ് നാളികേരം. അതിനാൽ തന്നെ നാളികേരം നാളെ വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാകുന്നു. ഒരിക്കലും ഇന്നേ ദിവസം നാം വീടുകളിൽ സൂക്ഷിക്കരുത്. ഇനി വീടുകളിലുള്ള നാളികേരമാണ് എടുക്കുന്നത് എങ്കിൽ അവ ഇന്നേ ദിവസം പൊതിച്ച് വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. നാളെ രാവിലെ പൊതിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ്. പൊതിച്ച നാളികേരം ഇന്നേ ദിവസം പൊതിച്ച് വച്ച നാളികേരം നാളെ ഉപയോഗിക്കരുത്. ഇതും ഏവരും ശ്രദ്ധിക്കുക. മഞ്ഞൾ ദേവിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തു തന്നെയാണ് മഞ്ഞൾ. അതിനാൽ തന്നെ മഞ്ഞളിന് വളരെയധികം പ്രാധാന്യം ഉള്ളതാകുന്നു. മഞ്ഞൾ തിലകം അതിനാൽ അണിയുന്നതും അതിവിശേഷം തന്നെയാണ്. അതിനാൽ നാളെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രം അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം പുതിയ കലത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നതിന് മുൻപ് മഞ്ഞൾ തിലകം അണിയുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അതിനാൽ ഇങ്ങനെ സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യവും ചെയ്യേണ്ടതാകുന്നു. ഇതും ദേവിയുടെ അനുഗ്രഹം നമുക്ക് നേടിത്തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ഏവരും ഈ കാര്യവും ചെയ്യുവാൻ ശ്രമിക്കുക.